There's something bad about to happen to me. I don't know what, but I feel it coming. Might be so sad, might leave my nose running. വെൽക്കം ടു ഡേ 2 ഓഫ് അവർ പാരീസ് വ്ളോഗ്. നമ്മളിപ്പോൾ ഉള്ളത് ഹാർട്ട് ഓഫ് പാരീസിലാണ്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ആർക്ക് ഡേ ട്രയംഫ്. ഇന്ന് നമ്മളൊരു സിറ്റി ടൂറാണ് കാണിക്കാൻ പോകുന്നത്. പാരീസിലെ എല്ലാ മോണുമെൻറ്റ്സും നമുക്ക് ഇന്ന് കാണാൻ പറ്റും. സോ ലെറ്റ്സ് എക്സ്പ്ലോർ പാരീസ് വിത്ത് റോംബ്രിഡ്ജ് റൂട്ട്സ്. ആർക്ക് ഡേ ട്രയംഫ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ റൗണ്ട് അബൌട്ടിന്റെ നടുവിൽ അഭിമാനത്തോടെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഭീമൻ സ്മാരകം. പാരീസ് എന്ന് പറഞ്ഞാൽ ലോകം ആദ്യം ഓർക്കുന്നത് ഐഫിൽ ടവറാണ്. പക്ഷേ ഫ്രഞ്ച് ജനങ്ങളുടെ ഹൃദയത്തിൽ കൂടുതൽ ആഴത്തിൽ നിൽക്കുന്നത് ആർക്ക് ഡേ ട്രയംഫ് ആണ്. 1806 ഫ്രഞ്ച് റവല്യൂഷനിലും നെപ്പോളിയൻ വാർസിലും വീരമൃത്യു പ്രാപിച്ച സൈനികരെ ആദരിക്കുവാൻ നെപ്പോളിയന്റെ ഉത്തരവ് പ്രകാരം പണിയാൻ ആരംഭിച്ച ഒരു മോണുമെന്റാണ് ആർക്ക് ഡേ ട്രയംഫ്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മോണുമെന്റായി ഇതിന് സാമ്യം തോന്നുന്നുണ്ടോ? യെസ്, നിങ്ങളുടെ ഊഹം ശരിയാണ്. ഇത് പലർക്കും ഇന്ത്യ ഗേറ്റുമായി സിമിലറായി തോന്നുന്നുണ്ടാവും. ആക്ച്വലി ഇന്ത്യ ഗേറ്റ് ആർക്ക് ഡേ ട്രയംഫിന്റെ ഡിസൈനിൽ നിന്ന് ഇൻസ്പയർഡായി നിർമ്മിച്ചതാണ്. ആർക്ക് ഡേ ട്രയംഫിന്റെ അടുത്തേക്ക് ഈസിയായി പോവാൻ ഒരു അണ്ടർഗ്രൗണ്ട് പെഡസ്ട്രിയൻ ടണൽ പാസേജ് ഉണ്ട്. ഈ പാസേജ് വഴി റൗണ്ട് അബൌട്ട് ക്രൂസ് ചെയ്ത് നമുക്ക് മോണുമെന്റിന് താഴെ എത്താൻ പറ്റും. ഈ പാസേജിലൂടെ ഞങ്ങൾ പോകുമ്പോൾ ഇതിന്റെ രണ്ടു വശത്തും ഈ ആർച്ചിനെ കുറിച്ചുള്ള ഹിസ്റ്ററിയും ഇൻഫോർമേഷനും എല്ലാമുള്ള സ്മോൾ പാനൽസ് എല്ലാം കണ്ടു. ടണൽ പാസേജ് നേരെ ചെന്ന് അവസാനിക്കുന്ന ടിക്കറ്റ് കൗണ്ടറിലാണ്. ഈ മോണുമെന്റ് കാണാൻ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മോണുമെന്റിന്റെ റൂഫ് ടോപ്പിൽ കയറാൻ ടിക്കറ്റ് വേണം. 16 യൂറോസ് ആണ് പെർ ടിക്കറ്റ് ചാർജ് വരുന്നത്. ഓൺലൈൻ ആയിട്ടാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഈ ആർച്ചിന്റെ അടുത്തെത്തുമ്പോഴാണ് ഇത് എത്രത്തോളം ഹ്യൂജ് ആണ് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ മോണുമെന്റിന്റെ അടുത്തെത്തി. ഇതിൽ ഒരുപാട് സ്കൾപ്ചേഴ്സും നെയിംസും എല്ലാം എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അന്നത്തെ യുദ്ധത്തിനെ കുറിച്ചുള്ള സൂചനകളും അതിനെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാമാണ്. ഈ സ്കൾപ്ചേഴ്സിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലാ മെർസലീസ് എന്ന് വിളിക്കുന്ന ഒരു സ്കൾപ്ചർ ഉണ്ട്. സോൾജിയേഴ്സ് മുന്നോട്ട് മാർച്ച് ചെയ്യുന്ന രീതിയിൽ ലിബർട്ടിയെ സിംബോളൈസ് ചെയ്യുന്ന ഒരു സ്കൾപ്ചറാണിത്. ഇത് കൂടാതെ ലോക പ്രശസ്തമായ നെപ്പോളിയന്റെ വിക്ടറിയെ സൂചിപ്പിക്കുന്ന ഒരു സ്കൾപ്ചറും ഇവിടെയുണ്ട്. ഈ ആർച്ചിന്റെ താഴെ ഒരു ടോംബ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് യുദ്ധത്തിൽ മരിച്ച എല്ലാ സൈനികർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. മോണുമെന്റ് ഫുള്ള് ചുറ്റിക്കറങ്ങിയതിനു ശേഷം ഞങ്ങൾ റൂഫ് ടോപ്പിൽ കയറാനുള്ള ക്യൂവിൽ ചെന്ന് നിന്നു. ഓഫ് സീസൺ ആയിരുന്നിട്ട് കൂടെ ഇവിടെ വിസിറ്റേഴ്സിന്റെ നല്ല തിരക്കാണ്. ഞങ്ങൾ ഇവിടെ രാവിലെ തന്നെ എത്തിയെങ്കിലും ഇവിടെ ഓൾറെഡി ലോങ് ക്യൂ ഫോം ചെയ്തിരുന്നു. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ക്യൂ നിന്ന് ഞങ്ങൾ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർസിന്റെ അടുത്തെത്തി. സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടേക്ക് എത്താൻ. മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്സ് ഞങ്ങൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. സാധാരണ സ്റ്റെയർസ് ആയിരിക്കുമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കണ്ടത് നാരോ വൈൻഡിങ് ആൻഡ് ലോങ് സ്റ്റെയർസ് ആയിരുന്നു. ടോട്ടൽ അറൗണ്ട് 284 സ്പൈറൽ സ്റ്റെപ്സ് കയറാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ കേട്ടത് ഫുഡ് സ്റ്റെപ്സും ആളുകളുടെ ഹെവി ബ്രീത്തിങ് സൗണ്ട്സും മാത്രമായിരുന്നു. സിറ്റി സൗണ്ട്സ് എല്ലാം മ്യൂട്ട് ആയതുപോലെയായി. ഈ സ്റ്റെപ്സ് ആവേശത്തോടെ കയറുന്ന കുറെ കുട്ടികളുണ്ടായിരുന്നു. അവരുടെ കളിയും ചിരിയും എല്ലാം നോക്കി ഞങ്ങൾ മുകളിലെത്തിയത് അറിഞ്ഞേയില്ല. അങ്ങനെ സ്റ്റെപ്സ് കയറി ഞങ്ങൾ ടോപ്പിലെത്തി. ഇവിടെ നിന്ന് പാരീസിന്റെ അൺബിലീവബിൾ വ്യൂ കാണാം. ട്രയാങ്കുലർ കോർണർ ബിൽഡിങ്സ് അഥവാ ഫ്ലാറ്റ് ഐൻ ബിൽഡിങ്സ് എന്നാണ് ഈ ഒരു ആർക്കിടെക്ചറിനെ പറയുന്നത്. ഒരു പിസ്സ ഈക്വലി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ.
12 അവന്യൂ സ്റ്റാർ പോലെ ഈ ആർച്ചിൽ നിന്ന് 12 വലിയ റോഡുകൾ എല്ലാ ദിക്കിലേക്കും സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. ഒരു വശത്ത് ഐഫിൽ ടവറും മറ്റേ വശത്ത് മോഡേൺ സ്കൈ സ്ക്രീപ്പേഴ്സ് എല്ലാം കാണാൻ പറ്റും. ഈ സിറ്റി എത്രത്തോളം പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ രാജാക്കന്മാരുടെ കാലത്ത് ഈ സിറ്റി ഇങ്ങനെ പ്ലാൻ ചെയ്തതാണ്, ഒരു പെർഫെക്റ്റ്ലി ഡിസൈൻ ആർട്ട് വർക്ക് പോലെ. പാരീസിന്റെ സിറ്റി പ്ലാനിങ്ങിനെ കുറിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ അലൈൻമെന്റ്. ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ ഇന്നത്തെ ഐറ്റ്നറി നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് റോഡിൽ തന്നെയാണ് എല്ലാ പ്ലേസുകളും വന്നിരിക്കുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ ഐറ്റ്നറിയുടെ സ്ഥലങ്ങളായ ആർക്ക് ഡെ ട്രയംഫ്, ഷാംസ്-എലീസ്, ലൂവർ മ്യൂസിയം എല്ലാം ഒറ്റ സ്ട്രെച്ചിലാണുള്ളത്. റൂഫ് ടോപ്പിൽ നിന്ന് ഞങ്ങൾ താഴെ എത്തിയപ്പോഴേക്കും തിരക്കൊട്ടും കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. ട്രയംഫ് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയത് പാരീസിന്റെ ഷോപ്പിംഗ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഷാംസ്-എലീസിലാണ്. ഹിസ്റ്ററിയും ലക്ഷറിയും കൾച്ചറും എല്ലാം ഒറ്റ സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അവന്യൂ ആണ് ഷാംസ്-എലീസ്. ഒരു ഭാഗത്ത് ലക്ഷറി ബൊട്ടീക്സും ഡിസൈനർ ഷോപ്സും ഹൈ എൻഡ് ബ്രാൻഡ്സും എല്ലാമുള്ള ഫാഷൻ ലവേഴ്സിന്റെ പാരഡൈസ്. മറ്റൊരു ഭാഗത്ത് ഒരുപാട് എസ്തറ്റിക് കഫേസ്, പെറ്റിസറീസ് ആൻഡ് സിനിമാസ്. ഞങ്ങൾക്ക് അവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ലൂയി വിറ്റോന്റെ ബിൽഡിംഗ് ആയിരുന്നു. ഫ്രഞ്ച് ലക്ഷറി ബ്രാൻഡിന്റെ ഗ്രാൻഡ് പ്രസൻസ് റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആർക്കിടെക്ചർ ആയിരുന്നു അത്. ഫ്യൂച്ചറിസ്റ്റിക് ആൻഡ് ബോക്സി ഡിസൈൻ കൊണ്ട് ഈ ബിൽഡിംഗ് ഷാംസ്-എലീസിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഷാംസ്-എലീസ് സൈറ്റ് സീയിങ് ഏരിയ മാത്രമല്ല, നിങ്ങളുടെ ഫേവറേറ്റ് സൂപ്പർ കാർസ് ഒക്കെ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു റിയൽ ചാൻസ് ഉണ്ട് ഇവിടെ. ഫെറാരി, ലംബോർഗിനി പോലുള്ള ഹൈ എൻഡ് സൂപ്പർ കാർസ് എല്ലാം ചൂസ് ചെയ്ത് 20 മിനിറ്റ്സ് റൈഡ് ചെയ്യാനുള്ള ഒരു ഡ്രീം ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ, അതും പാരീസിന്റെ ഐക്കോണിക് സ്ട്രീറ്റ്സിലൂടെ. സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണിത്. പലതരത്തിലുള്ള ഷോസും ഇതിൽ കൂടെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഷാംസ്-എലീസിലെ ഫുട്പാത്ത്സ് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടുത്തെ ഫുട്പാത്ത്സ് എല്ലാം റോഡിനേക്കാൾ വീതി കൂടുതലാണ്. ഇതിന് പിന്നിൽ കുറച്ച് കാരണങ്ങളുണ്ട്. ഇതൊരു റോഡ് ആയിട്ടല്ല, വാക്കിംഗ് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാൻ ഡിസൈൻ ചെയ്തൊരു അവന്യൂ ആണ്. ഫ്രഞ്ച് ആർക്കിടെക്ചറിന്റെ പ്ലാനിങ്ങിൽ പെഡസ്ട്രിയൻസ് ഫസ്റ്റ് എന്ന കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വാക്കിംഗ് ഏരിയാസ് എല്ലാം വളരെ ഗ്രാൻഡ് ആണ്. ആൻഡ് പെഡസ്ട്രിയൻസിന് ആവശ്യമായിട്ടുള്ള ബേസിക് കമ്മ്യൂണിറ്റീസ് എല്ലാം ഈ ഫുട്പാത്തിൽ കാണാൻ പറ്റും. ഷാംസ്-എലീസ് ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മാത്രമല്ല, ഇതൊരു റോയൽ റെസിഡൻസ് കൂടിയാണ്. എൻഡ് ഓഫ് ഷാംസ്-എലീസിലാണ് റോയൽ പാലസുകളും റോയൽ ഹിസ്റ്റോറിക്കൽ മ്യൂസിയംസും മോണുമെന്റ്സും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെയെല്ലാം നടന്നു കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്നു തുടങ്ങി. എന്നാൽ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ടാവാം ബാക്കി യാത്ര എന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ ഉള്ളത് പാരീസിലെ ബൂലിയൻ റെസ്റ്റോറൻറ്റിലാണ്. ഇതൊരു പ്രോപ്പർ ഒതൻറ്റിക് ഫ്രഞ്ച് റെസ്റ്റോറൻ്റ് ആണ്. ഞങ്ങളൊരു 1.5 അവറായി ഇവിടെ ക്യൂ നിൽക്കുന്നു. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരുന്ന കാലത്ത് വർക്കേഴ്സിന് വേണ്ടി അഫോർഡബിൾ പ്രൈസിൽ സിമ്പിൾ ന്യൂട്രീഷണൽ മീൽ മാത്രമാണ് കൊടുത്തിരുന്നത്. ബട്ട് ഓവർ ടൈം ഇവരുടെ ഒതൻറ്റിക് ഫ്രഞ്ച് ഡിഷസ് എല്ലാം ഹിറ്റ് ആവുകയായിരുന്നു. ഇവരുടെ മെനു എല്ലാം വളരെ സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഒരു തരത്തിലുള്ള ഫാൻസി പ്രസൻറ്റേഷൻസോ കോംപ്ലിക്കേറ്റഡ് കോമ്പിനേഷൻസോ ഒന്നുമില്ല. ജസ്റ്റ് ക്ലാസിക് ഫ്രഞ്ച് കംഫോർട്ട് ഫുഡ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ആംബിയൻസും ഫുഡും എല്ലാം കൊണ്ട് ഇതൊരു മസ്റ്റ് ട്രൈ പ്ലേസ് ആണ്. ആർക്ക് ഡെ ട്രയംഫയും വൈബ്രന്റ് സ്ട്രീറ്റ്സ് ആയ ഷാംസ്-എലീസും എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇനി പോകുന്നത് ഫേമസ് പെയിൻറ്റിംഗ് ആയ മൊണാലിസ കാണാനാണ്. അത് കാണാൻ വേണ്ടി നമ്മൾ എത്തിയിരിക്കുന്ന ലൂവർ മ്യൂസിയത്തിലാണ്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ലൂവർ മ്യൂസിയം. ലെറ്റ്സ് ഗോ. മ്യൂസിയത്തിന് അടുത്തേക്ക് പോകുന്നതിന് ഒരു വലിയ ആർച്ച് കടക്കണം. ആർക്ക് ഡെ ട്രയംഫിനെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു ആർച്ചാണിത്. പക്ഷെ അത്രയും ഹ്യൂജ് അല്ല. ഇതും അന്നത്തെ കാലത്തെ യുദ്ധങ്ങളുടെ വിജയത്തിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ്. ആർച്ച് കടന്നെത്തുമ്പോൾ നമുക്ക് മുന്നിൽ മജസ്റ്റിക് ആയി നിൽക്കുന്നതാണ് ലൂവർ മ്യൂസിയം.
ഇതാദ്യം മ്യൂസിയം അല്ലായിരുന്നു. 12th സെഞ്ച്വറിയിൽ ഫിലിപ്പ് രണ്ടാമൻ ഒരു കോട്ടയായിട്ടാണ് ഇത് പണിതത്. പിന്നീട് അത് കൊട്ടാരമായി മാറി. പിന്നീട് രാജകുടുംബം പാലസ് ഓഫ് വേഴ്സാലസിലേക്ക് മാറിയപ്പോൾ ഈ സ്ഥലം മ്യൂസിയമായി മാറി. നമ്മൾ ഇനി മ്യൂസിയത്തിന്റെ ഉള്ളിൽ കയറാൻ പോവാണ്. അതിനായി ഈ മ്യൂസിയത്തിന്റെ ഐക്കോണിക് സ്പോട്ടിലെത്തി, ദ ഗ്ലാസ് പിരമിഡ്. മ്യൂസിയത്തിലേക്കുള്ള എൻട്രി ഈ ഡയമണ്ട് പോലെ തിളങ്ങി നിൽക്കുന്ന പിരമിഡിന്റെ ഉള്ളിൽ കൂടെയാണ്. ലൂവ്ര പിരമിഡ് ബേസിക്കലി ഒരു പെർഫെക്റ്റ് ജോമെട്രിക് പിരമിഡാണ്. അതിന്റെ ബ്യൂട്ടി എല്ലാം അതിന്റെ ക്ലീൻ ലൈൻസിലും കൃത്യമായ ഷേപ്പിലുമാണ്. ഇത് സ്റ്റൈലിന് വേണ്ടി മാത്രം ചെയ്തതല്ല. പിരമിഡ് ഷേപ്പിലായതുകൊണ്ട് ഡേ ടൈമിൽ ലൈറ്റ് ഗ്ലാസ്സിലൂടെ നേരെ താഴേക്ക് വന്ന് മ്യൂസിയത്തിന്റെ അണ്ടർഗ്രൗണ്ട് എൻട്രൻസിലേക്ക് ഈവൺലി സ്പ്രെഡ് ആവുന്നു. പക്ഷെ റിയൽ മാജിക് രാത്രിയാണ്. അപ്പോഴാണ് ഗ്ലാസ് പാനലുകളുടെ ഉള്ളിൽ നിന്ന് ലൈറ്റ് ചെയ്യുന്നത്. മുഴുവൻ പിരമിഡും പാരീസിന്റെ നടുവിൽ ലിറ്ററലി ഒരു ഗ്ലോയിങ് ക്രിസ്റ്റൽ പോലെ തിളങ്ങും. ലൂവ്ര മ്യൂസിയം ഇവിടെ ഫുള്ളി ലൈറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത് അടുത്ത് കാണാനായിട്ട് ഇതിനുള്ളിലുള്ള വിഷ്വൽസ് കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് മ്യൂസിയത്തിന്റെ ഉള്ളിൽ കയറി. ഇവിടെ മോർ ദാൻ 35,000 ആർട്ട് വർക്കുകളുണ്ട്. ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇൻഫർമേഷൻ സെന്ററിലേക്ക് പോയി ഒരു മാപ്പ് വാങ്ങി. മാപ്പ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. ലൂവ്ര മ്യൂസിയത്തിൽ എന്തൊക്കെ കാണണമെന്ന് ഞങ്ങൾ മുന്നേ റിസർച്ച് ചെയ്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ച മൊണാലിസ പെയിന്റിംഗ് ഉള്ള ഫ്ലോറിലേക്കായിരുന്നു. അവിടേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ പെയിന്റിങ്സ് കാണാൻ പറ്റും. ആൻഡ് ഫൈനലി നമ്മൾ മൊണാലിസ പെയിന്റിങ്ങിന്റെ അടുത്തെത്തി. എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ മ്യൂസിയത്തിലെ ഏറ്റവും തിരക്ക് മൊണാലിസ പെയിന്റിംഗ് കാണാനായിരുന്നു. ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നേരെ കാണുന്നത് മൊണാലിസ പെയിന്റിംഗ് ആണ്. പക്ഷെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു പെയിന്റിങ്ങിനെ ആയിരുന്നു. ദ വെഡിങ് ഓഫ് കാന എന്നറിയപ്പെടുന്ന കാനായിലെ കല്യാണ വിരുന്നിനെ ചിത്രീകരിക്കുന്ന ഒരു പെയിന്റിംഗ് ആയിരുന്നു അത്. ഈ പെയിന്റിങ്ങിന്റെ ഓരോ കോർണറിലും ഓരോ സ്റ്റോറിയും ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. 9 അടി ഉയരവും 6 അടി വീതിയുമുള്ള ഒരു ഹ്യൂജ് പെയിന്റിംഗ്. അത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ മൊണാലിസ പെയിന്റിംഗ് കുറച്ചുകൂടി അടുത്തുനിന്ന് കാണാനായി ആ തിരക്കിന്റെ ഉള്ളിലേക്ക് പോയി. ഈ മ്യൂസിയത്തിലെ ഏറ്റവും ഫേമസ് പെയിന്റിംഗ് ആണ് മൊണാലിസ. മാത്രമല്ല ഈ പെയിന്റിങ്ങിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തേത് മൊണാലിസയുടെ ചിരിയാണ്. അത് നോക്കുമ്പോൾ സന്തോഷമാണോ അതോ രഹസ്യമാണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. മറ്റൊരു കാര്യം, നമ്മൾ എവിടെ നിന്ന് ഈ പെയിന്റിംഗ് നോക്കിയാലും മൊണാലിസയുടെ കണ്ണുകൾ നമ്മളെ തന്നെ നോക്കുന്നത് പോലെ ഫീൽ ചെയ്യും. 1911 മ്യൂസിയത്തിലെ തന്നെ ഒരു എംപ്ലോയി ഈ പെയിന്റിംഗ് മോഷ്ടിച്ചു. അങ്ങനെ അത് ലോകത്തൊട്ടാകെ വലിയൊരു വാർത്തയായി മാറി. മാത്രമല്ല പരസ്യങ്ങളിലും സിനിമകളിലും കൂടി മൊണാലിസയുടെ പ്രസൻസ് വന്നതോടെ ലിയനാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ പെയിന്റിംഗ് വേൾഡ് ഫേമസ് ആയി. മൊണാലിസ കൂടാതെ ഇവിടെ വേറെയും ഫേമസ് ആയുള്ള പെയിന്റിങ്സും സ്കൾപ്ചേഴ്സ് എല്ലാം ഉണ്ട്. അതിലെ ഫ്യൂ ആർട്ടിഫാക്ട്സ് ഞങ്ങൾ കാണിച്ചു തരാം. ലിബർട്ടി ലീഡിംഗ് ദ പീപ്പിൾ എന്നൊരു പെയിന്റിംഗ് ഇവിടെ കാണാൻ പറ്റും. ഫ്രഞ്ച് റെവല്യൂഷനെയും ഫ്രീഡത്തിനെയും എല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പെയിന്റിംഗ് ആണിത്. മറ്റൊരു പെയിന്റിംഗ് ആണ് കൊറോണേഷൻ ഓഫ് നെപ്പോളിയൻ. ലോക ചരിത്രത്തിലെ തന്നെ ഒരു നിമിഷം വളരെ ബ്യൂട്ടിഫുള്ളായി പോർട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പെയിന്റിംഗ് ആണിത്. ഇവിടെ കാണുന്ന ഈ പവർഫുൾ പെയിന്റിംഗ് ആണ് ദ ഡെത്ത് ഓഫ് സാർഡനോപോലിസ്. യുദ്ധത്തിൽ തോറ്റ രാജാവായ സാർഡനോപോലിസിന് നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ തന്റെ സമ്പത്തും കുതിരകളും ദാസികളും ഒക്കെയും നശിപ്പിക്കാൻ ഉത്തരവിടുന്നു. ഒടുവിൽ ആ തീയിൽ ചാടി അദ്ദേഹവും മരിക്കുന്നു. അധികാരം, ആഡംബരം, നാശം എല്ലാം ഒരുമിച്ച് കാണിക്കുന്നതാണ് ഈ പെയിന്റിങ്ങിന്റെ പ്രത്യേകത. പെയിന്റിങ്സിന്റെ ഇടയിൽ ഒരു ഗ്രീക്ക് മാർബിൾ സ്കൾപ്ചർ ഉണ്ടായിരുന്നു, വിങ്ഡ് വിക്ടറി ഓഫ് സാമോത്രേസ്. ഗ്രീക്ക് ഗോഡസിനെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.
മ്യൂസിയത്തിൻ്റെ സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ ടോപ്പിൽ തന്നെ വളരെ മെജസ്റ്റിക് ആൻഡ് ഹീറോയിക് ആയി ഈ സ്കൾപ്ചർ നിൽക്കുന്നത് കാണാൻ പറ്റും. ഇവിടെയുള്ള ആർട്ടിഫാക്ട്സിൽ ഞങ്ങൾ സ്റ്റക്കായി ഒരു നിമിഷം നോക്കി നിന്നു പോയ ഒരു സ്കൾപ്ചർ ആയിരുന്നു ഈ വെയിൽഡ് വുമൺ സ്കൾപ്ചർ. ഈ സ്ത്രീയുടെ മുഖത്ത് ഒരു തിൻ ലെയർ ഓഫ് ക്ലോത്ത് ഉണ്ട്, പക്ഷെ അതിലൂടെ തന്നെ നമുക്ക് മുഖം കാണാൻ പറ്റും. ഇത് കണ്ടപ്പോൾ ഞങ്ങളുടെ മൈൻഡിൽ ആദ്യം വന്ന തോട്ട് ഇതെങ്ങനെ കല്ലിൽ ചെയ്തു എന്നതായിരുന്നു. കല്ലിന് ജീവൻ കൊടുത്ത പോലൊരു ക്രിയേഷൻ ആയിരുന്നു ഇത്. ഫ്യൂ അവേഴ്സ് ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തപ്പോഴേക്കും കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഞങ്ങൾ നടന്നു കഴിഞ്ഞിരുന്നു. മോർ ദാൻ 1000 years ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററിയിലൂടെ കടന്നുപോയ പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡ് ക്രോസ് ചെയ്യും. ഈ ഒരു മ്യൂസിയം വിസിറ്റ് ഞങ്ങൾക്കൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Day 3 വ്ളോഗ് ഇൻ പാരീസ് ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്.